അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം എന്താണ് എന്ന് ശരിക്ക് ഗ്രഹിക്കാത്ത രണ്ട് കക്ഷികളുണ്ട് ഇവിടെ. ഒന്ന്, ഇസ്ലാമിൽ പുതുതായി ഇത്തരം അനാചാരങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത്തരം ചില അനാചാരങ്ങൾ കൊണ്ടുവരാം. അത്തരം ചില കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ കൊണ്ടുവരുന്നതായിരിക്കാം. അത് ചൂണ്ടിക്കാണിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സിയാറത്തിനെയും അതുപോലെ ഔലിയാക്കളെയൊക്കെ നിസ്സാരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും അപകടമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ചില വ്യാജ ആത്മീയവാദികളെ നമുക്ക് കാണാം. ചില വ്യാജ ആത്മീയവാദികൾ മനുഷ്യൻ്റെ മനസ്സിനെ, മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. തസവുഫ് എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കരിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഇച്ഛകൾ, ശരീരത്തിൻ്റെ ഇച്ഛകൾ, രണ്ട് ശത്രുക്കളാണല്ലോ മനുഷ്യരാകുന്ന നമുക്കുള്ളത്. ഒന്ന്, മനുഷ്യന് ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു ശത്രുവുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഇച്ഛകൾ എന്ന് പറയുന്ന വേറെ ഒരു ശത്രുവുണ്ട്. ഈ രണ്ട് ശത്രുക്കളെ വകഞ്ഞു മാറ്റിയാലേ മനുഷ്യന് വിജയം ഒരിക്കൽ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യന് ഭൗതികമായ വിജയമാണെങ്കിലും പാരത്രികമായ വിജയമാണെങ്കിലും മനുഷ്യൻ്റെ ഈ ശരീര ഇച്ഛകളോട് പടപൊരുതി ആ ശരീര ഇച്ഛകളെ പരാജയപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്വിഹിമാ വഇൻഹുമാ മഹലാകൻ നസ്വഹ ഫത്തഹിമീ. മനുഷ്യന് രണ്ട് ശത്രുക്കളാണ്. ഒന്ന് പിശാച്ചാണ്, മറ്റൊന്ന് മനുഷ്യൻ്റെ ഇച്ഛകളാണ്, ശരീരത്തിൻ്റെ ഇച്ഛകൾ. ഈ ഇച്ഛകൾ എപ്പോഴും സൗകര്യങ്ങളും സുഖവുമായിരിക്കും തേടുന്നത്. ശരീരം എപ്പോഴും നമ്മോട് പറയുന്നത് ഉറങ്ങൽ, വിശ്രമിക്കൽ, ഭക്ഷണം കഴിക്കൽ, ഇങ്ങനെ ശരീരത്തിന് ആസ്വാദികരമായ കാര്യങ്ങളായിരിക്കും ശരീരത്തിൻ്റെ ഇച്ഛകൾ എപ്പോഴും നമ്മോട് പറയൽ. ഈ ശരീര ഇച്ഛകളെ മാറ്റിവെക്കുന്നതിന് പകരം അതിന് വഴിപ്പെട്ടാൽ ഭൗതികമായ ഒരു നേട്ടത്തിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയില്ല, അതുപോലെ പാരത്രികമായ നേട്ടത്തിലേക്കും എത്താൻ കഴിയില്ല. ഇപ്പോൾ ബിസിനസ് രംഗത്ത് വിജയിച്ച ഒരാൾ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് രംഗത്ത് വിജയിച്ചത്? അദ്ദേഹം തൻ്റെ നാൾ വഴികൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാവും, അല്ലേ? ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ, ഞാൻ പണ്ട് 82 അല്ലെങ്കിൽ 80 പായക്കപ്പലിൽ കയറി വളരെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ ദിവസങ്ങൾ ആ കപ്പലിൽ സഞ്ചരിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അങ്ങനെയാണ് പണ്ട് ഗൾഫിൽ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വളരെ അധ്വാനിച്ച് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് പിന്നീട് പടുത്തുയർത്തി ഉറങ്ങാതെ ഊണും ഉറക്കുമില്ലാതെ അധ്വാനിച്ച് ഉണ്ടാക്കി എടുത്തതാണ് എൻ്റെ ഈ സാമ്രാജ്യങ്ങളെല്ലാം എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ശരീരം ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ടും ആ ഉറക്കിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അധ്വാനിക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന് ഉയർച്ച കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ അക്കാഡമിക്കൽ രംഗത്ത് വിജയം വരിച്ച ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് PhD പാസ്സായത്? അതെങ്ങനെ പൂർത്തീകരിച്ചു എന്ന് ചോദിച്ചാൽ അവന് പറയാനുണ്ടാവില്ല, ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങി, എല്ലാ സിനിമയും കണ്ട്, എല്ലാ വീഡിയോസും കണ്ട്, ഫുൾ ടൈം ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും നോക്കിയിരുന്ന് അങ്ങനെ PhDക്ക് പോയി, എനിക്ക് എൻ്റെ എല്ലാ പരീക്ഷകളും പാസ്സായി എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അവനും പറയാനുണ്ടാവുക, ഫേസ്ബുക്ക് നോക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് മാറ്റിവെച്ചു, പഠനത്തിന് വേണ്ടി മാറ്റി. ഉറക്കിൻ്റെ സമയം വെട്ടിക്കുറച്ച് ഉറക്കൊഴിവാക്കി ഞാൻ പഠനത്തിന് വേണ്ടി തയ്യാറായി. ഇങ്ങനെ ശരീരത്തിൻ്റെ ഇച്ഛകളോട് പടപൊരുതിയപ്പോൾ എനിക്ക് വിജയം വരിക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെയാണ് ആ ശരീരത്തിൻ്റെ ഇച്ഛകളെ മാറ്റിവെച്ചാലേ പരലോകത്തേക്കുള്ള വിജയം വരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഒരാൾ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ മാറ്റിവെച്ച് ശരീരത്തിൻ്റെ ഇച്ഛകളോട് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് അവൻ അള്ളാഹുവിനെ ഭയന്ന് സമയം ഉപയോഗപ്പെടുത്തിയാൽ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാൻ അവന് കഴിയും. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവൻ്റെ വാസസ്ഥലം അഭയകേന്ദ്രമായി സ്വർഗം ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഇച്ഛകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ശത്രുവുണ്ട് മനുഷ്യന്. എന്നാൽ ആ ശത്രുവിനെ വകഞ്ഞു മാറ്റിയവരാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. ആ ശത്രുവിനെ മാറ്റുന്നതിനാണ് തസവുഫ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ബോധപൂർവം മാറ്റിവെച്ച്
രാത്രി സമയത്ത് ഉറങ്ങാനുള്ള ശരീരത്തിൻ്റെ അത്യാർത്തിയെ വകഞ്ഞു മാറ്റി പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാണ് തസവുഫ് ഉണ്ടായി മാറുന്നത്. രാവിലെ നല്ല അതിശൈത്യമുള്ള വെളുപ്പാങ്കാലത്ത് പുതപ്പ് വകഞ്ഞു മാറ്റി എഴുന്നേറ്റ് ആ തണുപ്പത്ത് വുളൂ ചെയ്ത് സുബഹി നിസ്കരിക്കുമ്പോഴാണ് തസവുഫ് ഉണ്ടാകുന്നത്. എന്നാൽ അതിന് പകരം ഇന്ന് ചില വ്യാജവാദികളുണ്ട്, വ്യാജ തസവുഫ് വാദിക്കുന്ന ആളുകളും. അവരുടെ വാദപ്രകാരം നിസ്കാരം തന്നെ വേണ്ട, അവരുടെ വാദപ്രകാരം നോമ്പ് തന്നെ വേണ്ട, നോമ്പിൻ്റെ സമയത്ത് ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയില്ല എന്നൊക്കെയുള്ള അതിവാദങ്ങൾ കൊണ്ടുവന്ന് ആളുകളുടെ ദീനും ദുനിയാവും നഷ്ടപ്പെടുത്തി കളയുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരുടെ വാദത്തിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഒരു വാർത്ത ശ്രദ്ധിച്ചു. എന്താണ് ആ വാർത്ത? ആ വാർത്തയിലുള്ളത് ഇതുപോലെ വ്യാജ തസവുഫ് വാദിച്ച ഒരു മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് കേസ്? അദ്ദേഹം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. സ്ത്രീയെ പീഡിപ്പിച്ചു. എങ്ങനെയാണ് ആ പീഡനം നടന്ന് എന്നത് അറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. ആ സ്ത്രീയോട് ഇദ്ദേഹം പറഞ്ഞത്, ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എനിക്ക് ദിവ്യഗർഭമുണ്ടാകും, അതുകൊണ്ട് ദിവ്യഗർഭം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അത് പിന്നീട് കേസായി, പരാതിയായി, പീഡനമായി പുറത്തു വരികയാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറഞ്ഞാലും ഇങ്ങനെ അശ്ലീലങ്ങൾ പറഞ്ഞാലും അതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നറിയുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു അറാബി കടന്നു വരികയാണ്. ആ അറാബി വന്നിട്ട് പറയുന്നു, നബിയെ, തങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കാം, എല്ലാ കാര്യവും അംഗീകരിക്കാം, നിസ്കരിക്കാം, നോമ്പെടുക്കാം, സകാത്ത് കൊടുക്കാം, ഒക്കെ അംഗീകരിക്കാം. പക്ഷേ എനിക്ക് അന്യ സ്ത്രീകളുമായുള്ള വ്യഭിചാരം പാടില്ല എന്ന് പറയാൻ പാടില്ല. അന്നത്തെ സംസ്കാരമാണത്. ആ സംസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പതിയെ പതിയെ സംസ്കരിച്ച് ലോകോത്തര മാതൃകകളായി സ്വഹാബത്തിനെ അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹും ഇഖ്തദൈതും ഇഹ്തദൈതും, സ്വഹാബത്തിൽപ്പെട്ട ആരെ പിന്തുടർന്നോ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്ന് പറയത്തക്ക വിധത്തിൽ ആ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആറാബി വന്നിട്ട് പറയുന്നു, നബിയെ, അന്യ സ്ത്രീകളുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരി എന്ന് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതൊഴികെ ബാക്കിയൊക്കെ ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? എന്നാലൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഉമ്മയുമായി ഒരു അന്യപുരുഷൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. നിന്റെ മകളുമായി പറ്റില്ല, സമ്മതിക്കില്ല. നിന്റെ ഭാര്യയുമായോ? എനിക്ക് സഹിക്കാൻ കഴിയില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സൈക്കോളജിക്കലായി സമീപിക്കുകയാണെങ്കിൽ, മോനെ, ഞാൻ ചോദിക്കട്ടെ, നീ ഇതുപോലെ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ആരുടെയെങ്കിലും ഉമ്മയായിരിക്കില്ലേ? അതല്ലെങ്കിൽ ആരുടെയെങ്കിലും മകളായിരിക്കില്ലേ? അതുമല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കില്ലേ? സഹോദരിയായിരിക്കില്ലേ? അതുകൊണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കം തന്നെ, ഇസ്ലാമിൻ്റെ തുടക്കം തന്നെ ഇത്തരത്തിലുള്ള സംസ്കാര ശൂന്യതകളെ മുഴുവനും കഴുകിക്കളഞ്ഞിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പൂർത്തീകരിച്ച ആ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്ന് നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന ചില ആളുകൾക്ക് മുമ്പിൽ ഇത്തരം അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ചിലർ പെട്ടുപോകുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ദിവ്യകർമ്മം വാഗ്ദാനം ചെയ്തിട്ട് പീഡിപ്പിക്കാൻ ഒരു വ്യാജ സിദ്ധൻ ഇവിടെ സാധിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും സാംസ്കാരിക കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൽ വേദനയുണ്ടാകണം. ഒരിക്കലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത് വ്യഭിചാരം പാടില്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്.
വ്യഭിചാരം പാടില്ല എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് എങ്ങനെയാണ്? ഒരു അന്യ സ്ത്രീയിലേക്ക് ഒരാൾക്ക് ആഗ്രഹം ജനിക്കുന്നത് എങ്ങനെയാണ്? ആ കാഴ്ചയിലൂടെയാണ് മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ ജനിക്കുന്നത്. ആ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് പിന്നീട് തെറ്റുകളായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ കാഴ്ചയെ തന്നെ അവിടെ തടയുകയാണ്. കാഴ്ചയെ തന്നെ തടയുന്നു. അന്നദറു സഹ്മും മസ്മൂമൻ മിൻ സിഹാമി ഇബ്ലീസ് ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യപുരുഷനെ തിരിച്ചങ്ങോട്ടും നോക്കുന്നത് ഇബ്ലീസിന്റെ വിഷത്തിലൂട്ടിയ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? പിശാച് നമ്മെ അമ്പെയ്തുകൊണ്ട് നമ്മെ ധാർമ്മികമായ ശരിയായ വഴിയിൽ നിന്ന് നരകത്തിൻ്റെ വഴിയിലേക്ക് വീഴ്ത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള അമ്പുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അമ്പാണ് നോട്ടം എന്നത്. എന്നാൽ പുതിയ കാലത്ത് ലിബറൽ ഐഡിയോളജി ഇന്ന് അരങ്ങുവാഴുന്ന ഈ കാലത്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്നാണ്, മനുഷ്യരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്നാണ്. മനുഷ്യരുടെ ധാർമ്മികമായ അവരുടെ ഭാഗങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ മനുഷ്യൻ കേവലം ജീവികളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ, അതുപോലെ മറ്റു പക്ഷികളെപ്പോലെ ജീവിക്കണമെന്നാണ് ഈ അടുത്ത് ഒരു ലിബറൽ വാദി അദ്ദേഹം പറഞ്ഞത്. ഇവിടെ മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട്, അതുപോലെ പക്ഷികൾ ജീവിക്കുന്നുണ്ട്. അവകൾക്ക് യാതൊരു നിയമവുമില്ല. എവിടെ നോക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ കഴിക്കണം, ഇങ്ങനെ ഇസ്ലാമിൽ എല്ലാറ്റിനും നിയമമുണ്ട്. ഇതൊന്നുമില്ലാതെയാണ് ഇവിടുത്തെ പക്ഷികളും പറവകളും മൃഗങ്ങളും ജീവിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ ജീവിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ ലിബറൽ കാഴ്ചപ്പാടുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. ഈ ഒരു തരത്തിലുള്ള അരാജകത്വത്തിലേക്കാണ് പുതിയ കാലത്തെ ലിബറൽ കാഴ്ചപ്പാട് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അന്യപെണ്ണും അന്യ പുരുഷനും ഒരുമിച്ചിരുന്നാലും ഒരുമിച്ച് യാത്ര ചെയ്താലും അവർ ഒരുമിച്ച് താമസിച്ചാലും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്നുള്ള ചോദ്യമാണ്. എങ്കിൽ ഒരിക്കലും ആകാശം പൊളിഞ്ഞ് വീണിട്ടല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുഖകരമായ മുന്നോട്ടുപോക്ക്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യകരമായ മുന്നോട്ടുപോക്കിന് ഇവിടെ മതം വെച്ചിട്ടുള്ള നിയമത്തിൻ്റെ പരിധികളുണ്ട്. ആ നിയമത്തിൻ്റെ പരിധിയിൽ അതിലംഘിച്ചുകൊണ്ട് പോകുന്നത് മതം വിലക്കിയതാണ്. നിയമമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ രാജ്യത്തിൻ്റെ നിയമ ചട്ടക്കൂട്ടിൽ നിന്ന് മുന്നോട്ട് പോയാലേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ. അതിന് പകരം ഓരോരുത്തരും തോന്നിയതുപോലെ ആയാൽ ഇവിടെ ജീവിതം ദുസ്സഹമായി പോകും. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ അന്യ സ്ത്രീകളും പുരുഷനും നോക്കുന്നത് പോലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിൻ്റെ തസവ്വുഫിൻ്റെ പേരിൽ ചില വ്യാജ ആത്മീയവാദികൾ വന്ന് ഇത്തരത്തിലുള്ള വ്യാജ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അന്ധമായ വിശ്വാസം വെച്ച് പുലർത്തി ചില ആളുകൾ പെട്ടുപോകുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് വേറെ ഒരു ന്യൂസ് കണ്ടത് എന്താണ്? ഇതുപോലെ ഒരു വ്യാജ ആത്മീയവാദി അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയാണ്. മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ അനുയായികളോട് പറഞ്ഞത്, ഞാൻ മരണപ്പെട്ടതായി നിങ്ങൾ കണ്ടാൽ എൻ്റെ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഒരു താൽക്കാലികമായ യാത്ര പോയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം നിങ്ങൾ മറവ് ചെയ്യാതെ വീട്ടിൽ തന്നെ വെക്കണം. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു. മാസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങളും അതുപോലെ ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ ശരീരം ദ്രവിച്ച് ദുഷിച്ച് നാറി അയൽവാസികളൊക്കെ ഈ ദുർഗന്ധം കേട്ടിട്ട് വന്നു നോക്കുമ്പോഴാണ് ഇദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന വിവരം അറിയുന്നത്. അങ്ങനെ പോലീസും മറ്റുമൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മറവ് ചെയ്തില്ല എന്നതിന് മറുപടി കിട്ടിയത് ഈ അന്ധവിശ്വാസമായിരുന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനാസ മറവ് ചെയ്യുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ അധ്യാപനം പോലും ഇവിടെ നമ്മുടെ സമൂഹം കാറ്റിൽ പറത്തുന്നു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ. എന്തുമാത്രം
ദുഃഖകരമാണെന്ന് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പോലും വഫാത്തായിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 3-ാമത്തെ ദിവസം മറവ് ചെയ്തിട്ടുണ്ട്. അത് മറവ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞതുപോലെയല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ശരീരം ദുർഗന്ധം വരും എന്നതുകൊണ്ടാണ് മറവ് ചെയ്യാൻ പറഞ്ഞത് എന്നാണ്. ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അത് അള്ളാഹു തആല അവർക്ക് കൊടുത്തൊരു സംരക്ഷണമാണ്. അതേ സമയത്ത് മറവ് ചെയ്യുന്നത് മനുഷ്യരോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ ശരീരത്തെ കുളിപ്പിക്കണം. അത് ഈ പുഴയിൽ വീണ് മരിച്ചാലും പിന്നെയും കുളിപ്പിക്കണം. അതെന്തിനാ? അത് മനുഷ്യനോടുള്ള ആദരവാണ്. അള്ളാഹു തആല മനുഷ്യർക്ക് ആദരവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവൻ മരണപ്പെട്ടാലും ആ ആദരവ് നിലനിൽക്കുന്നുണ്ട്. അവൻ മരണപ്പെട്ടാൽ അവൻ്റെ ശരീരം കുളിപ്പിക്കണം. ആ ശരീരത്തെ പരമാവധി നന്നായി കെയർ ചെയ്യണം. ശരീരത്തിൻ്റെ ശരീരോഷ്മാവ് ശരീരത്തിൽ നിന്നും പൂർണ്ണമായും മാറുന്നതിന് മുമ്പ് അവൻ്റെ കെണുപ്പുകളൊക്കെ മയപ്പെടുത്തേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ ഊഷ്മാവ് പൂർണ്ണമായും മാറിയാൽ പിന്നെ ശരീരത്തിൻ്റെ എല്ലുകൾ അങ്ങനെ വടി പോലെ നിൽക്കും. അത് മനുഷ്യൻ്റെ ആദരവിനോട് യോജിച്ചതല്ല. അതുപോലെ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ വായ തുറന്നു നിൽക്കും. അതൊരു അഭംഗിയാണ്, അതൊരു വൃത്തികേടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആദരവിനത് യോജിച്ചതല്ല. അതുകൊണ്ട് മരണം ഉറപ്പായ ഉടനെ താടയല്ല കെട്ടണം. മനുഷ്യൻ്റെ ദ്വാരങ്ങളിൽ പഞ്ഞി വെക്കണം. കാരണം രക്തം വരാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യൻ്റെ ആദരവിനോട് യോജിച്ചതല്ല. അതുകൊണ്ട് പഞ്ഞി വെക്കണം. ഇങ്ങനെ മനുഷ്യൻ്റെ ആദരവ് അവൻ്റെ വയറ് വീർത്ത് വരും. അതും മനുഷ്യൻ്റെ ആദരവിനോട് യോജിച്ചതല്ല. അതുകൊണ്ട് ഭാരമുള്ള ഒരു വസ്തു അവൻ്റെ വയറിൽ വെക്കണം. ഇങ്ങനെയൊക്കെ മതം പഠിപ്പിച്ചത് മനുഷ്യൻ്റെ ആദരവിൻ്റെ ഭാഗമാണ്. അങ്ങനെ മനുഷ്യനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവന് സുഗന്ധം പൂശി അവനെ നന്നായി കഫൻ ചെയ്തിട്ട് വേണം മനുഷ്യനെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു ജീവി ചത്തതുപോലെ കുഴിച്ചിടാൻ പറ്റില്ല മനുഷ്യന്. ഇത് ഇസ്ലാം നൽകുന്ന ഒരു ആദരവാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ മറവ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളെയും മറവ് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചത് ആ അർത്ഥത്തിൽ അവരോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ മരണപ്പെട്ടാൽ അവരുടെ ശരീരത്തിന് യാതൊരു കേടും ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫലമ്മാ ഖളീനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതാ. പരിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇൽ പറയുന്നു, ഫലമ്മാ ഖളീനാ അലൈഹിൽ മൗത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വലിയ അധികാരം കൊടുത്തിട്ടുണ്ട്. വലിയ അധികാരം സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അല്ലാഹു കൊടുത്തു. അധികാരം എന്ന് പറയുമ്പോൾ മനുഷ്യരെ മാത്രമല്ല, ജിന്നുകളെ സുലൈമാൻ നബി അലൈഹി സ്വലാം നിയന്ത്രിച്ചിരുന്നു. അതുപോലെ മൃഗങ്ങളെ നിയന്ത്രിച്ചിരുന്നു. എല്ലാ ജീവികളും സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കീഴിലായിരുന്നു. എല്ലാ ജീവികളും. ഖുർആനിൽ തന്നെ മറ്റൊരായത്തിൽ കാണാം, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ഉറുമ്പുകൾ ഇങ്ങനെ വരിയിട്ട് നടന്നു പോകുന്നുണ്ട്. ഉറുമ്പുകൾ ഇങ്ങനെ വരിയിട്ട് പോകുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ള അനുയായികളോട് പറഞ്ഞു, നിൽക്കൂ, ഉറുമ്പുകൾ നമ്മൾ അറിയാതെ ചവിട്ടിപ്പോകും. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമും അനുയായികളും വരുന്നത് കണ്ടപ്പോൾ ആ കൂട്ടത്തിലെ നേതാവായ ഉറുമ്പ് തൻ്റെ കൂടെയുള്ള മറ്റു സഹ ഉറുമ്പുകളോട് പറയുകയാണ്, അയ്യത്തുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ആ ഉറുമ്പ് എഴുന്നേറ്റിട്ട് പറയാണ്, ഉറുമ്പുകളെ വേഗം മാളത്തിലേക്ക് മാറിക്കോളൂ, സുലൈമാൻ നബിയും കൂട്ടരും വരുന്നുണ്ട്. അവർ നമ്മെ ചവിട്ടിച്ചതച്ചു കളയും. ഒരുപക്ഷെ അവരത് അറിയുക പോലുമില്ല. അതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗം മാളത്തിലേക്ക് കയറിക്കോളൂ. ഈ ഉറുമ്പിൻ്റെ സംസാരം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഉറുമ്പുകൾ മുഴുവനും മാളത്തിലേക്ക് കയറുന്നത് വരെ അവിടെ നിന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇങ്ങനെ എല്ലാ ജീവികളെയും അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു നബിയാണ്, ലോകമൊട്ടാകെ അടക്കി ഭരിച്ച നബിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന, ആക്രമിക്കുന്ന ജിന്നുകളെ, ശൈത്വാന്മാരെ സുലൈമാൻ നബി അലൈഹി സ്വലാം ബന്ധിച്ച് അവർക്ക് നല്ല പണി കൊടുക്കുമായിരുന്നു. അവർക്ക് ഡ്യൂട്ടികൾ കൊടുത്ത് അവരെ വരുതിയിൽ നിർത്തുമായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. അങ്ങനെ ജിന്നുകളൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കീഴിൽ
ഇങ്ങനെ കഠിനമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയാണ്. സുലൈമാൻ നബിയെ പേടിച്ചുകൊണ്ട് അവർ ആ ജോലിയിൽ തുടരുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയിട്ടുണ്ട്. നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിസ്കാരത്തിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള മരണം അല്ലാഹു തആല കണക്കാക്കുന്നത്. ഫലമ്മാ ഖളീന അലൈഹിൽ മൗത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മരണം അല്ലാഹു തആല കണക്കാക്കി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരത്തിനിടെ മരണപ്പെട്ടു പോവുകയാണ്. മരണപ്പെട്ടു പോയ വിവരം പിന്നിലുള്ള ജിന്നുകൾ അറിഞ്ഞില്ല. ഫലമ്മാ ഖളീന അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅത. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യിൽ പിടിച്ചിരുന്ന തൻ്റെ ഊന്നുവടി ചിതലരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഊന്നുവടി മുറിഞ്ഞുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സൈഡിലേക്ക് അങ്ങ് ചാഞ്ഞ് വീണപ്പോൾ അപ്പോഴാണ് ജിന്നുകൾ വിവരമറിയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായിട്ടുണ്ട് എന്ന വിവരം. അതുവരെ അവർക്ക് ആ വിവരം അറിയില്ല. അപ്പോൾ അവർ പറയാണ്, നമുക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും അധ്വാനിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നിട്ട് വഫാത്തായ ശേഷം വടി ചിതലരിക്കുന്നു. അപ്പോൾ സുലൈമാൻ നബി വഫാത്തായിട്ട് ദിവസങ്ങൾ എത്ര ആയിട്ടുണ്ടാകും? അവിടെ ഇമാമുകൾ ചർച്ച ചെയ്യുന്നു. ചരിത്രത്തിൻ്റെ അപഗ്രഥനം നടക്കുന്നു. 1 വർഷമായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായി ഒരേ നൃത്തം നിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രബലമായ അഭിപ്രായം. 1 വർഷം സുലൈമാൻ നബി വഫാത്തായിട്ട് അവിടുത്തെ ശരീരത്തിന് യാതൊരു പോറലുമില്ല, യാതൊരു മാറ്റവുമില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അമ്പിയാക്കൾക്കുള്ള ഒരു പവറാണ്. ഭൂമി അവരുടെ ശരീരം തിന്നുകയില്ല. അവരുടെ ശരീരം ഇനി മറവ് ചെയ്തില്ല എങ്കിൽ പോലും യാതൊരു കോട്ടവും അതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. എന്നാൽ അമ്പിയാക്കളെ മറവ് ചെയ്തത് അത് ആദരവിൻ്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ഒരു പാഠമാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ മറവ് ചെയ്യുക എന്നത്. എന്നാൽ ചില അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ മരണപ്പെട്ടിട്ട് അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചിട്ട് മനുഷ്യനെ മറവ് ചെയ്യാതെ അവൻ്റെ ശരീരം ദുർഗന്ധം വമിച്ച് ആളുകൾ ഓടിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൽ സാഹചര്യങ്ങൾ വരുന്നു. ഇത്രമാത്രം ഇസ്ലാമിക അധ്യാപനങ്ങളും ഇസ്ലാമിക പാഠശാലകളും പണ്ഡിതന്മാരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ കേരളത്തിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ വരുന്നുവെങ്കിൽ നമ്മൾ കാര്യഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇസ്ലാമിക വിശ്വാസം അതിന് ഉത്തരവാദിയല്ല. അത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇസ്ലാം ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചില ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളുകളെന്ന പേരിൽ പല നാട്ടിലുണ്ടാവും പല ആളുകളും. നമ്മളെ മുസ്ലിമീങ്ങൾ പോലും അമുസ്ലിമീങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വരെ പോയി എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോൾ, എന്തെങ്കിലും ചെറിയ പ്രയാസം വരുമ്പോൾ അവിടെ എനിക്കെന്തോ ഉണ്ട്, എനിക്ക് ആരോ ഗൂഢോത്രം ചെയ്തിട്ടുണ്ട്, സിഹർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പരിഹാരം എന്ന പേരിൽ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ കയ്യിൽ പോയി പെട്ട് അത്തരക്കാർ സാമ്പത്തികമായി ചൂഷണം ചെയ്ത് കുടുംബബന്ധം തകർത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ എനിക്കറിയാം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ബൈക്ക് വിറ്റ് കളഞ്ഞു. ഓൻ പറഞ്ഞ എന്താ കാരണം? ആ ബൈക്ക് നോക്കുമ്പോൾ ആക്സിഡൻ്റ് ആവും, ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻ്റ് ആവാം. ഒരാൾ ഇങ്ങോട്ട് വന്ന് മുട്ടുന്നു, ചിലപ്പോൾ അങ്ങോട്ട് തട്ടിപ്പോകുന്നു. അപ്പോൾ അതിൽ എന്തോ ഒരു സംഗതി ഉണ്ട്, അതുകൊണ്ട് ഞാനത് വിറ്റ് കളഞ്ഞു എന്ന്. സുബ്ഹാനല്ലാഹ്, എന്തുണ്ടാകാൻ? ആ ബൈക്ക് നല്ല ശ്രദ്ധിച്ച് ബൈക്ക് ഓട്ടിയാൽ എവിടെയും പോയി മുട്ടൂല. ഇത് ശ്രദ്ധിക്കാതെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ നമ്മൾ ബൈക്ക് ഓടിച്ചാൽ ഏത് ബൈക്കും മറിഞ്ഞു പോകും, ഏത് വാഹനവും അപകടത്തിൽപ്പെട്ടു പോകും. അത്തരം നിയമങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം ഇതുപോലുള്ള ചില അന്ധവിശ്വാസങ്ങളിലൊക്കെ പെട്ടുപോയാൽ നമ്മൾ വലിയ നാശത്തിലേക്ക് പോകും. അതേ സമയത്ത് ആത്മീയമായ ഒരു സംരക്ഷണം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലണം. പൈശാചികമായ സ്വാധീനമുണ്ടാകും, അതിനെ നിഷേധിക്കുകയല്ല.
അതേ സമയത്ത് അതിനെ എങ്ങനെയാണ് നമ്മളതിനെ തരണം ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം ദിക്റുകളൊക്കെ നമ്മൾ പാലിക്കുന്നതിന് പകരം ഇതുപോലുള്ള വ്യാജ ആത്മീയവാദികളുടെ സമീപത്തേക്ക്, കണക്ക് നോക്കുന്നവരുടെ സമീപത്തേക്ക് ചില ആളുകൾ ചെന്നുപെട്ട് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ലക്ഷങ്ങൾ അത്തരത്തിൽ പെട്ടുപോയി. അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളെ വീട്ടിൽ ഇതുപോലെ വലിയ ഒരു മാരണമുണ്ട്, അത് നശിപ്പിക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ ആദ്യം തരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇദ്ദേഹം അത് വിശ്വസിച്ചു, പണം കൊടുക്കുന്നു, വീണ്ടും 10,000 ലക്ഷങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഒരുപാട് പണം നഷ്ടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫആമന ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിലുള്ള കണക്ക് നോക്കുന്നവരുടെ, ആഭിചാര ക്രിയകൾ നടത്തുന്നവരുടെ സമീപത്തേക്ക് ഒരാൾ പോവുകയും അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവർ അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവരാണ്. അത്തരത്തിലുള്ള ആളുകളെ സമീപത്തേക്ക് പോയി അവർ പറഞ്ഞത് വിശ്വസിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരെ തെറ്റിദ്ധരിച്ച് കുടുംബബന്ധം നശിപ്പിക്കുന്നവർ വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ഇസ്ലാമിൻ നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകിയ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അത്തരം അബദ്ധങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ. ഈ അടുത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ സ്വർണ്ണമാല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുടുംബത്തിൽപ്പെട്ട ഒരു രോഗിയുടെ സ്വർണ്ണമാല മോഷ്ടിക്കുകയാണ് ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ ആ വീട്ടിലെ കുടുംബക്കാർ, വേറെ ആരും അവിടെ വന്നിട്ടില്ല, വേറെ ആരും വന്നു പോയിട്ടില്ല. ഇദ്ദേഹം പോയതിന് ശേഷം അവിടുത്തെ മാല കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സുരക്ഷിതമായിട്ടുണ്ട്. അത് വീണ്ടെടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്, എന്തിനാണ് ഇത് കട്ടെടുത്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം ഏതോ വ്യാജ ത്വരീഖത്തിൽ പെട്ടുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞതാണ്, നമുക്കിപ്പോൾ അടിയന്തിരമായിട്ട് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് പണം കൊണ്ട് തരണം, നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ നിങ്ങൾക്ക് നന്മയാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരാളത് മോഷ്ടിച്ച് കൊണ്ടുവന്നാലും നിങ്ങൾക്കത് നന്മയാണ്. കാരണം ഈ പറയുന്ന വ്യാജ ത്വരീഖത്തിൻ്റെ ഷെയ്ഖിന് വേണ്ടിയാകുമ്പോൾ അതൊക്കെ നന്മയായി. ഇത് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മാമയുടെ സ്വർണം കവർന്ന് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെയുള്ള അതിദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുപോലെ നമ്മുടെ നാട്ടിൽ പ്രബുദ്ധമായ നമ്മുടെ കേരളം, സാക്ഷര സുന്ദരമായ നമ്മുടെ കേരളം, നമ്മുടെ സമൂഹത്തെ മറ്റുള്ളവർക്കിടയിൽ അപഹസിക്കപ്പെടാൻ മാത്രം എന്തെല്ലാം അനാചാരങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിവാഹവേളകൾ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തിൻ്റെ, നമ്മുടെ സാംസ്കാരിക തനിമയുടെ ഒരു വലിയ പ്രകാശനമല്ലേ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട അമലായി പഠിപ്പിച്ചതാണ് വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നടക്കുന്ന നമ്മുടെ വിവാഹ ആഘോഷങ്ങളിൽ നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾ എന്തെല്ലാമാണ്? ഇത്തരം നമ്മുടെ പണത്തിൻ്റെ, പത്രാസിൻ്റെ മേന്മ പറയാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായി വാങ്ങി മിഠായി ജാഥ പോകുകയാണ്. അതുപോലെ വരനും വധുവും JCBയിൽ വരികയാണ്. ഒരു വീഡിയോയിൽ കാണുകയാണ്, വരനും വരും JCBയിൽ വരും. എന്നിട്ട് അതെല്ലാം കൂടി JCB കൊട്ടുന്നത് പോലെ ആളുകൾക്കിടയിൽ വരനെയും വധുവിനെയും കൊണ്ട് കൊട്ടുകയാണ്. അതുപോലെ റോഡിൽ ആഭാസങ്ങൾ, ഡിക്കിയിൽ പോവുകയാണ് വരനും വധുവും. എന്തെല്ലാം തോന്നിവാസങ്ങളാണ്! ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ വിവാഹമാണ് പോകുന്നത് എന്ന് അത് നോക്കിയിട്ട് അപ്പുറത്ത് നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ പറയുകയാണ്. ഇങ്ങനെ നമ്മുടെ മതത്തെ പറയിപ്പിക്കുവാൻ അല്ലാഹു തആല നമുക്ക് സാമ്പത്തികമായ ശേഷി തന്നപ്പോൾ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം അധപതിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന അഅ്ളമൻ നിക്കാഹി ബറകതൻ ഐസറുഹു മുഅ്നാ. ചെലവ് ചുരുങ്ങിയ വിവാഹമാണ് ഏറ്റവും നല്ല വിവാഹം. പരമാവധി ചെലവ് ചുരുക്കിയിട്ട്
പരമാവധി ലളിതമായിട്ട് വേണം വിവാഹം നടത്താൻ. ഇന്ന് നമ്മൾ മത്സരമാണ്. അപ്പുറത്തെ വീട്ടിൽ 2 തരം ചോറാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിന് ഇരട്ടിയാകണം. അവിടുത്തെ വിഭവം എന്താണോ അതിൻ്റെ നേരെ ഇരട്ടിയാകണം. അപ്പുറത്തെ പോലെ ചിലവാക്കാൻ എൻ്റെ കയ്യിൽ പണമുണ്ടോ, ഇല്ലെങ്കിൽ കടം വാങ്ങണം. ഇങ്ങനെ മത്സരത്തിന് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി നമ്മുടെ കർമ്മങ്ങളൊക്കെ മാറുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിലെ വളരെ ധനികനായ സ്വഹാബിയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിക്കൊടുത്ത കൂട്ടുകാരൻ, അൻസ്വാരികളിലെ കൂട്ടുകാരൻ, ഒരു വലിയ ധനികനായിരുന്നു. അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ നേർപകുതി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വെച്ച് നീട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട സഹോദര, നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ എനിക്ക് ഏതാനും ദിർഹം കടം തരണം, ഇവിടുത്തെ മാർക്കറ്റ് കാണിച്ചു തരണം, ഞാൻ കച്ചവടം ചെയ്തുകൊള്ളാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെന്ന് തൻ്റെ വസ്ത്രവ്യാപാരം തുടങ്ങി. അത് വികസിച്ചു, വളർന്ന് പന്തലിച്ചു. വലിയ മുതലാളിയായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ ധനാഢ്യരായി മാറിയപ്പോൾ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ വരികയാണ്. പള്ളിയിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലെ വസ്ത്രത്തിലെ അത്തറിൻ്റെ അടയാളം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത്തറിൻ്റെ ഫലമ്മാ റഅ അസറ സ്വഫറതി ഫീ ബഅദി സിയാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രത്തിൽ ആ അടയാളം കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരക്കി, മാ ഹാദാ അബ്ദുറഹ്മാൻ, എന്താണിത് എന്ന് തിരക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, തസവ്വജതു ഇംറഅതൻ, നബിയെ ഞാനൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തുണ്ടെങ്കിലും റസൂലുള്ളാഹി പോലും ആ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്നാൽ എന്താ മഹർ കൊടുത്തത്? ഏതാനും സ്വർണം മഹറായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എങ്കിൽ ബാറക്കല്ലാഹു ലക്, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്ക്, വധൂവരന്മാർക്ക് ആശംസയായി അർപ്പിക്കേണ്ടത് അതാണ്. അതിന് പകരം വിവാഹ സൽക്കാരത്തിൻ്റെ പേരിൽ വരൻ്റെ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് ആ വധുവിൻ്റെ വീട് അവിടെ ശബ്ദമുണ്ടാക്കി, ബഹളമുണ്ടാക്കി ഒരു ചന്തയുടെ പ്രതീതി സൃഷ്ടിക്കുന്നതല്ല നമ്മുടെ സംസ്കാരം. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു വധുവിൻ്റെ പിതാവ് വരൻ്റെ കൂട്ടുകാരോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വന്നു. എന്താ കാരണം? അത്രമാത്രം തോന്നിവാസമാണ് ആ വീട്ടിൽ നടത്തിയത്. അവിടെയുള്ള പലതും നശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, വേറൊരു വീഡിയോയിൽ കണ്ടത് എന്താണ്? ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്തിന്? പകരം വീട്ടാൻ. തൻ്റെ കല്യാണത്തിന് കൂട്ടുകാരെ തന്നോട് ചെയ്തതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി ഇവൻ ഗൾഫിൽ നിന്ന് അതിനു വേണ്ടി വന്നിരിക്കുക. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ബാറക്കല്ലാഹു ലക് എന്ന് പറഞ്ഞ് ആശംസിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഔലിം വലൗ ബിശാത്ത്, ഔലിം വലൗ ബിശാത്ത്, വിവാഹത്തിന് സദ്യ കൊടുക്കണം. നിങ്ങൾ തങ്ങൾ പരസ്പരം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം വലീമത്ത് സദ്യ കൊടുക്കണം. വലൗ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും സദ്യ കൊടുക്കണം. അപ്പോൾ വിവാഹത്തിന് ക്ഷണിക്കുന്നവർക്ക് വിവാഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കൽ അത് നല്ല സംസ്കാരമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ വലീമത്തിൻ്റെ സുന്നത്ത് കിട്ടാതെയായി പോവുകയാണ്. ശാരീരിക ബന്ധം നടന്നതിന് ശേഷമാണ് വലീമത്തിൻ്റെ സുന്നത്തുള്ളത്. ഔലിം വലൗ ബിശാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒരു സമ്പൂർണമായ, ഒരു മാതൃകാപരമായ ഒരു വിവാഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാതൃകാപരമായ വിവാഹം. ഇതിന് പകരം വിവാഹം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചടങ്ങിനെ നമ്മൾ ആഭാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ സാമ്പത്തികമായ പത്രാസിൻ്റെ പ്രകടനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ സാമ്പത്തിക ശേഷി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ മതത്തെ തന്നെ മറ്റുള്ളവർ പരിഹസിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ഒരിക്കലും വിശുദ്ധമായ നമ്മുടെ മതത്തെ പരിഹസിക്കാൻ നാം കാരണമാകാൻ പാടില്ല. ഒരിക്കലും നാം കാരണമായി നമ്മുടെ മതത്തെ ചീത്ത പറയാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവർ ആരാധിക്കുന്ന മറ്റു മതക്കാരുള്ള സ്ഥലത്ത് അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ പോയി ചീത്ത പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ തിരിച്ച് അള്ളാഹുവിനെ ചീത്ത പറയും. അള്ളാഹുവിനെ ചീത്ത പറയാൻ നിങ്ങൾ കാരണമാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മതത്തെ പരിഹസിക്കാൻ നമ്മൾ കാരണമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ കാര്യഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നാം നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, കൂടെ പഠിക്കുന്നവരോട് ഈ ഒരു വലിയ ആശയം അവർക്ക് കൈമാറി ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ, ഇത്തരത്തിലുള്ള ധൂർത്തുകൾ, ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമദാനു ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധമായ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 10 വിട പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ റഹ്മത്ത് ധാരാളമായി നൽകണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ മക്കൾ, സുഹൃത്തുക്കൾ, ഭാര്യ മക്കൾ, അങ്ങനെ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾ ചോദിച്ച മുഴുവൻ ഖൈറും നീ നൽകണം റഹ്മാനെ. ഞങ്ങളിൽപ്പെട്ട രോഗികളുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹ്. രോഗികൾ, വളരെ പ്രയാസപ്പെടുന്ന ധാരാളം രോഗികൾ, അള്ളാഹു അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളിൽ രോഗികളുണ്ട്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, കൂട്ടുകാർ, കുടുംബക്കാർ, സംഘടനാ പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി ആരെല്ലാം രോഗികളുണ്ടോ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമദാനു ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ഖൈറായ മഈശത്തിൻ്റെ വഴി നീ തുറന്നു തരണം റഹ്മാനെ. ഹറാമായ ഒരു വഴിയിലേക്കും ഞങ്ങളെ നീ എത്തിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ ആവശ്യമായ സകല കാര്യങ്ങളും നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവർക്ക് നല്ല ഹിഫ്ളും അഖലും ഫഹമും കൊടുക്കണം റഹ്മാനെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ വലിയ വലിയ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അടക്കമുള്ള ഞങ്ങളെ നേതാക്കൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. വഫാത്തായി പോയ ഞങ്ങളെ നേതാക്കന്മാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസ്വീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.